നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ വൃശ്ചികക്കൂർ നക്ഷത്രം, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച പറയുന്നത്. എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റമൊക്കെ ചില ദോഷങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ജോലി, കർമ്മരംഗം, ആ രംഗത്തൊക്കെ ചില അഭിവൃദ്ധികളും ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. പല രീതിയിലുള്ള ഗുണങ്ങൾ, ധനം വരാനുള്ള ഒരു ഭാഗ്യസ്ഥിതി, അങ്ങനെയൊക്കെ ഈ കൂറുകാർക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അതൊരു ഗുണമാണ്. പിന്നെ അതുപോലെ പറയണമെങ്കിൽ ധനാഗമനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനങ്ങൾ വന്ന് ചേരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. പിന്നെ പറയണമെങ്കിൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ജോലി സ്ഥലത്തും ഗൃഹത്തിലും ബന്ധു മിത്രാദികളൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും അലോഹ്യങ്ങൾ, കലഹങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു സന്ദർഭമാണിത്. എന്നാലും ധനാഗമനത്തിന് സാധ്യതയുണ്ട്, ജോലിയിലെ അഭിവൃദ്ധിക്ക് സാധ്യതയുണ്ട്. അതൊക്കെ ഗുണമാണ്, പേടിക്കാനില്ല. അനാവശ്യമായിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് മറ്റ് സുഹൃത്തുക്കളായിട്ടും ബന്ധു മിത്രങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനും അതോടനുബന്ധിച്ച് അലോഹ്യങ്ങൾ വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യവും സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അങ്ങനത്തെ ഒരു ഗുണസ്ഥിതിയുണ്ട്. ശാരീരിക ബുദ്ധിമുട്ട്, അങ്ങനെ രോഗാവസ്ഥകൾ, വയറ്, അസ്ഥിയൊക്കെ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ജോലി ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിച്ചറിഞ്ഞ ആൾക്കാർക്ക് ജോലി പുതിയത് കിട്ടാനും ആ ജോലിയിലെ വൃദ്ധി ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ്. പിന്നെ പഠിക്കാനായിട്ട് പല അവസരങ്ങൾ അന്വേഷിച്ചിരുന്ന ആൾക്കാർക്ക് അതിന് അവസരങ്ങൾ കിട്ടും. വിദേശ യോഗം ഉണ്ടാവും, ജോലിയിലെ അഭിവൃദ്ധി ഉണ്ടാവും, ജോലി പുതിയത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ വരും. പിന്നെ വാഹനാദി കാര്യങ്ങളൊക്കെ മാറി പുതിയത് വാങ്ങിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു സമയമാണ്. പുതിയ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ കൈമാറി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ള മനസ്സും സന്ദർഭമൊക്കെ ഒത്തുചേരും. പിന്നെ വീടിൻ്റെ പുനരുദ്ധാരണം, വീട് മെയിൻ്റനൻസ് കാര്യങ്ങൾ കഴിക്കാനും പുതുതായി പണിയെടുപ്പിക്കാനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമാണ്. വിവാഹാദി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക്, ഈ വൃശ്ചികക്കൂറിൽ ഉള്ള നാളുകാർ, വിശാഖം എഴുന്നേൽക്കേണ്ട ആളുകാർ, വിവാഹാദി കാര്യങ്ങളൊക്കെ ചിന്തിച്ചേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിവാഹാദി കാര്യങ്ങൾ ഉടനടിയാവും. അത് നടക്കാനുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. വിവാഹം വേഗം ഉറക്കും, ഉറച്ചിരിക്കുന്ന വിവാഹമേ നടക്കും. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ വാർദ്ധക്യമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ദുസ്സഹാവും അവരുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. ധാരാളം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വാർദ്ധക്യവശാൽ രോഗശൈലി കിടക്കുന്ന ആൾക്കാർക്ക് ആ രോഗാവസ്ഥയൊക്കെ മൂർച്ഛിക്കും. ചില ആൾക്കാർക്ക് മോക്ഷം കിട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്താവും. അങ്ങനെയൊക്കെയുള്ളൊരു സമയസ്ഥിതിയാണ് അനിഴ നക്ഷത്രക്കാർക്ക്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കച്ചവടങ്ങൾ നടത്താൻ സാധിക്കും. ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർ, വാഹന കച്ചവടങ്ങൾ, സ്ഥലബന്ധമായിട്ടുള്ള കച്ചവടങ്ങൾ, വീട് നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ പല വിധേന ബിസിനസ് കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ്. അവർക്കൊക്കെ അവരുടെ കച്ചവടങ്ങൾ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. സന്താനങ്ങളായിട്ട് ദൂരയാത്രകൾ പോകാൻ സാധിക്കും. തീർത്ഥാടനങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ വിശാഖക്കാർക്കാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും. സങ്കടപ്പെട്ട് അകന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അലോഹ്യങ്ങളൊക്കെ ആയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വിശാഖ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സന്തോഷസ്ഥിതിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഐക്യത വരും. അകന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ അടുക്കാനുള്ള അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ പറയണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയ സാമഗ്രികൾ, അതെല്ലാം ആരെങ്കിലും വാങ്ങിച്ചിട്ട് തിരിച്ച് തരാത്തുള്ള സാമഗ്രികൾ, അവയെല്ലാം തിരിച്ച് കിട്ടും. അങ്ങനെയുള്ള ഒരു സമയസ്ഥിതിയാണ്. പിന്നെ പറയും ശത്രുനാശം ഉണ്ടാവും. ഈ വിശാഖം നിൽക്കുന്ന ആളുകാർക്ക് ഉണ്ടായിരിക്കുന്ന ശത്രുക്കളുടെ
ആ ശത്രുക്കളെല്ലാം ഹനിച്ചു പോകും, നശിച്ചു പോകും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള അനവധി ഗുണങ്ങൾ ഉള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. പിന്നെ അനാവശ്യമായിട്ട് ആൾക്കാരായിട്ട് അലോഹ്യത്തിന് പോകരുത്. അലോഹ്യമാവും, അത് അനവധി കലഹങ്ങൾ ഉണ്ടാക്കും, നമുക്കത് ദോഷസ്ഥിതി ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അനാവശ്യമായിട്ട് ആൾക്കാരായിട്ട് ഇടപെടാനൊക്കെ നിൽക്കും, അലുടിക്കാനൊക്കെ നിൽക്കും. പിന്നെ നേത്ര സംബന്ധമായിട്ട് രോഗാവസ്ഥകൾക്ക് സാധ്യത പറയുന്നുണ്ട്. നേത്രമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയസ്ഥിതിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം. ആ സുഖങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് അനുഭവിക്കാം. ധനാഗമനമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ധനമൊക്കെ സൂക്ഷിക്കാനുള്ള മനസ്സുണ്ടാവാം. സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ വിജയസാധ്യതയിലേക്ക് പോകും, വിജയത്തിലേക്ക് പോകും. അതുകൊണ്ടൊക്കെ ധനം ധാരാളം സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനത്തെ സമയമാണ്. അങ്ങനെ പല വിധേന ഗുണങ്ങളുള്ള സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. അതൊന്ന് ആ ഗുണങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഈ കൂറുകാർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് രോഗാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വിപരീതമായിട്ട് ബാധിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പ്രധാനമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന, കരിക്കഭിഷേകം അതൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നാളുകാരെ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടും. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് കൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കാം, കുറേ മോചനം കിട്ടും. ഈ ആൾക്കാർ, ഈ നാളുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. മഹാദേവന് കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. അപ്പോൾ സാധിക്കുന്ന പോലെയൊക്കെ അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അതിനൊന്നും തടസ്സം ഉണ്ടാക്കാൻ പാടില്ല, തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് കഴിയുമ്പോൾ ഈ നാളുകാർ വിപരീതപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ മോചനം ലഭിക്കും. ഒരു സംശയമില്ല. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്ന ആൾക്കാർ, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനാശംസകൾ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.